യമു പക്ഷിയുടെ ഒറിജിനൽ മുട്ടയാണ് ഈ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ടെന്ന് കേട്ടല്ലോ, അപ്പൊ അതിലെന്തൊക്കെയായിരുന്നു? മ്യൂസിയത്തിൽ നമ്മളെ 500-ൽ പരം പുരാവസ്തുക്കളുടെ ഒരു ചെറിയ ശേഖരണം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം മൊത്തം അതിനകത്തില്ല, ഒരു എക്സിബിഷന് പോയേക്കുവാണ്. ഉള്ളതൊക്കെ നമുക്ക് കാണിച്ചു തരാം. അതേപോലെ തന്നെ യമു പക്ഷിയുടെ മുട്ട, ഒട്ടക പക്ഷിയുടെ മുട്ട, അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് അതെ അപ്പോൾ അതെല്ലാം ആ മ്യൂസിയത്തിനകത്തൊക്കെ നമുക്ക് നേരിട്ട് കാണാം. അതെ അല്ലാതെ ഒറിജിനൽ മുട്ട തന്നെ ഇപ്പൊ കൊടുക്കാൻ വെച്ചിരിക്കുന്ന മുട്ടയാണ് ഇത്. നമ്മൾ ഒരു പുരാവസ്തുക്കളുടെ ഒരു ശേഖരണം, ചെറിയൊരു മ്യൂസിയം, നന്ദന ആന്റിക് മ്യൂസിയം എന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതൊക്കെ പഴയ കണ്ണുകാലിത്തട്ട എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഈ പശുവിന്റെ ആടിന്റെ ഒക്കെ കഴുത്തിൽ പണ്ട് മേയ്ക്കാൻ വിടുന്ന സമയത്ത് കെട്ടിവിടുന്നതാണ്. സൗണ്ട് കേൾക്കാൻ വേണ്ടി നമ്മൾ കെട്ടിവിടുന്ന സംഭവമാണ് ഇത്. അപ്പോൾ ഇത് പെട്ടെന്ന് വൈൽഡ് ആനിമൽസ് അറ്റാക്ക് ചെയ്യത്തില്ല എന്നാണ് പറയുന്നത്, ഈ മുളയിലുള്ള സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ. അതേപോലെ തന്നെ കുതിരവണ്ടിയുടെ ഒക്കെ ഹോണാണിത്. നമ്മുടെ പണ്ടത്തെ കുതിരവണ്ടിയുടെ ഒക്കെ ഹോണാണിത്. കഴഞ്ചുവടി എന്ന് പറയും, തൂക്കം അറിയാൻ ഉപയോഗിക്കുന്നത്. പണ്ട് കാലത്ത് ഉപ്പുകല്ലിട്ടിട്ട് ഇതിനകത്ത് വെള്ളം ഒഴിച്ചു വെക്കും, ഉപ്പുപരവി എന്ന് പറയും. അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ ഇരിക്കുന്ന എല്ലാം നമ്മുടെ ഒട്ടകപ്പക്ഷിയുടെ തൂവല്. ഇതിനകത്ത് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് പണ്ട് കാലത്ത് മനുഷ്യര് ഊതി വീർപ്പിച്ചുണ്ടാക്കിയ ഭരണിയാണ്, കുപ്പിയാണ്. തേനിട്ട് വെക്കാനാണ് കൂടുതലും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഊതി വീർപ്പിച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന്. കുപ്പിയാണ്. അതെ, ഊതി അതെ സാധാ ഭരണി. ലോകത്തെ ഏറ്റവും സ്മോളസ്റ്റ് ഖുറാൻ, ഏറ്റവും ചെറിയ ഖുറാന്, അങ്ങനെയുള്ള പുരാവസ്തുക്കളാണ് ഈ ഇരിക്കുന്ന എല്ലാം. നമ്മുടെ വെയിറ്റ് നോക്കുന്ന കട്ട, പാതാളക്കരണ്ടി, മത്ത്, പഴയ ക്യാമറ, വീഡിയോ ക്യാമറ, അലൗദ്ദീൻ വിളക്ക് എന്ന് പറയുന്ന വിളക്ക്. ഇത് ലാവാക്കല്ല് എന്ന് പറയും. ലാവ പൊട്ടിയിട്ട് തണുത്തുറയുമ്പോൾ അത് സ്റ്റോൺ ആയിട്ട് മാറും. ഇത് തിരിച്ചു ഉരുക്കാമെങ്കിൽ വീണ്ടും ലാവയായിട്ട് മാറും എന്നാണ് പറയുന്നത്. അങ്ങനെ ലാവാക്കല്ല് എന്ന് പറയും ഇത്. നമ്മുടെ പണ്ടത്തെ ആശ്രയ, ഈരോലി, എഴുത്തോല, അതിലെഴുതുന്ന എഴുത്താണി, പണ്ടത്തെ ചുണ്ണാമ്പിട്ട് വെക്കുന്ന ചുണ്ണാമ്പ് ചെപ്പ്, കുരിശുമണി, പകിട എന്ന് പറയും. രാജാക്കന്മാരൊക്കെ പകിട 12 എന്നൊക്കെ പറഞ്ഞില്ലേ, അത്. ഇത് നമ്മുടെ പണ്ടത്തെ പ്രഷർ നോക്കുന്ന സംഭവം. അതേപോലെ തന്നെ ഗോലി സോഡ, കുതിരവണ്ടിയുടെ പുറകിലത്തെ ചവിട്ടുപടി, പഴയ തേപ്പോട്ടി. അപ്പൊ ഇത് ഞാൻ മുമ്പേ അകത്ത് കയറിയപ്പോൾ പറഞ്ഞില്ലേ, യമു പക്ഷി നിങ്ങൾ കണ്ടില്ലേ? ആ യമു പക്ഷിയുടെ ഒറിജിനൽ മുട്ടയാണ് ഈ കാണപ്പെടുന്നത്. ഏകദേശം ഒരു മുട്ട 500 രൂപ മുതൽ 1500 രൂപ വരെയൊക്കെ വിലയുണ്ട് മാർക്കറ്റിൽ. നല്ല വിലയുള്ള മുട്ടയാണ്. ഏകദേശം ഒരു മുട്ട 15 പേർക്ക് കഴിക്കാൻ പറ്റും പൊട്ടിച്ചാല്. വലിയ മുട്ടയാണ്. നമുക്ക് പുഴുങ്ങാൻ പറ്റത്തില്ല, ബുൾസൈ അടിക്കാനേ അങ്ങനെ പറ്റും, ഓംലേറ്റ് ഒക്കെ അടിക്കാൻ പറ്റും. ഇത് ഒട്ടകപ്പക്ഷിയുടെ മുട്ടയുടെ സെല്ലാണ്, തോടാണ്. അതെ അതിന്റെ തോടാണ് ഈ കാണപ്പെടുന്നത്. അപ്പം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം പിന്നെ ഇത്രയും കട്ടിയുണ്ട്, തോടിന് നല്ല കട്ടിയുണ്ട് എന്ന് പറയാൻ കാണിക്കുന്നു. അതെ ഇതൊക്കെ ഇപ്പൊ നമ്മള് ഇവിടെ ഈ പറയുന്ന മുട്ടകൾ ഇവിടുന്ന് ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇത് തോടായിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടു തന്നതാണ്. അപ്പോൾ വൈഫാണ് ഇത്. അപ്പോൾ പുള്ളിക്കാരി ആർട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരി ഇതിൽ ആർട്ട് വർക്ക് ചെയ്ത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് നമ്മൾ വെച്ചേക്കുന്നതാണ്. ഒക്കെ നമ്മുടെ ലോഗോയാണ്, ടീം നന്ദന എന്ന് പറയുന്ന നമ്മുടെ ലോഗോയാണ്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ച് ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചാണ് മുറിച്ചത്. കൂടുതലും മുട്ട നമ്മളിവിടെ യൂസ് ചെയ്ത മുട്ടകളും ഉണ്ട്. അതിൻ്റെയൊക്കെ തോടുകളാണ് ഇതെല്ലാം. ഇതൊക്കെ യമു പക്ഷിയുടെ എല്ലാ യമു പക്ഷിയുടെ മുട്ടകളാണ്. അതിൽ ചെയ്തേക്കുന്ന ആർട്ട് വർക്കാണ് ഇതെല്ലാം കാണുന്നത്. ഇതിപ്പോ കണ്ടില്ലേ, ഇപ്പൊ ഈ ഡിസംബർ മാസത്തിലിട്ട മുട്ടയാണ്. ഇപ്പം ഈ ആഴ്ച കൊണ്ട് കൂടി തീരും. എല്ലാം ബുക്കിംഗ് ആയിരിക്കുന്ന മുട്ടകളാണ്. നിങ്ങൾക്ക് ഒരു ലക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഇതങ്ങനെ ഒരു വീഡിയോ ആർക്കും കിട്ടത്തില്ല. ഇതെല്ലാം യമു പക്ഷിയുടെ മുട്ടകളാണ്. ഇപ്പൊ പക്ഷികൾ ഇട്ട മുട്ടയാണ്. ഇപ്പൊ ഈ മാസം തീർന്നു, മുട്ടയിട്ട് തീർന്നു. 30-ാം തീയതിക്ക് മുമ്പായിട്ട് മുട്ടയിട്ട് തീർന്നു. ഇത് ബാക്കി ഓട്ട് ഗ്ലാസ്, പഴയ മണ്ണെണ്ണ വിളക്ക്, അങ്ങനെ പറയുന്ന പഴയ പുരാവസ്തുക്കളാണ് ഈ ഇരിക്കുന്ന എല്ലാം. താഴെ ഇരിക്കുന്ന പണ്ടത്തെ ടോർച്ചുകള്, അങ്ങനെയൊക്കെ പറയുന്ന ടൈം പീസ്, അതൊക്കെയാണ് ഇരിക്കുന്നത്. 130 വർഷം പഴക്കമുള്ള പഴയ 4 വീടാണിത്. അപ്പൊ ഇതൊക്കെ നിരവധി മലയാളം, തമിഴ് സിനിമയുടെ ഒക്കെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നു ഈ ഏരിയയൊക്കെ. സിനിമ ഷൂട്ടിങ്ങിനും പിന്നെ അതേപോലെ തന്നെ വെഡിങ് പർപ്പസിനൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പഴയ 4 25 വർഷത്തോളം പഴക്കമുള്ള ചന്ദനമരം ആണ് ഈ നിൽക്കുന്നത്. തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് മുന്തിരിയാണ്. അതെ പടർന്ന് നിൽക്കുന്നത്. അതെ ചന്ദനം. ഇത് ഏകദേശം ഒരു 300-400 വർഷമൊക്കെ ആകുന്നതാണ് നല്ല കട്ടിയിൽ കാണുന്നത്. പണ്ടത്തെ അറയും നിലവറയും ഉള്ള വീടാണ്. ആ അറയും നിലവറയാണ്. നെല്ലൊക്കെ ഇപ്പോഴും ഇട്ട് നമ്മൾ കൃഷി ചെയ്ത് നെല്ല് ഇടുന്ന അറയും നിലവറയാണ്. അതെ, നെല്ല് സൂക്ഷിക്കും. ഇത് കലപ്പ. പണ്ട് കണ്ടത്തിലൊക്കെ വിടാൻ ഉപയോഗിക്കുന്ന കാളയെ വെച്ച്
ആട്ടുകല്ല്, ഒരല്, ഒലക്ക. ഇത് പണ്ടത്തെ മിക്സിയാ, അരയ്ക്കാനും പൊടിക്കാനും ഒക്കെ നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കും. ഇതിനകത്തിനാണ് കുക്കിങ്ങിന്റെ ആവശ്യത്തിന്. ആ, ഇങ്ങനെ കറക്കി കൊടുക്കും, അതിനകത്തിന് പൊടിഞ്ഞ് വീഴും. ഇനിയും ഇതേപോലെ തന്നെ നമുക്ക് കുറച്ച് പുരാവസ്തുക്കൾ ഈ റൂമിലും ഉണ്ട്. ഇത് ഒറ്റത്തടി തീർത്ത പെരുമ്പാമ്പിന്റെ രൂപമാണ്. ഒറ്റത്തടിയിലാണ് തീർത്തിരിക്കുന്നത്. അതേപോലെ നമ്മുടെ പണ്ടത്തെ ആട്ടുതൊട്ടില്, പഴയ റേഡിയോ, ടേപ്പ് റെക്കോർഡർ, അതിൻ്റെയൊക്കെ കുറേ കളക്ഷൻസ്. പണ്ടത്തെ VCD, VCR. ആദ്യകാലത്തെ TV, അത് കഴിഞ്ഞിറങ്ങിയ ഒണീഡ TV, പിന്നെ പഴയ നമ്മുടെ ഡയൽ ചെയ്യുന്ന ടൈപ്പിലെ റാംജി റാവു സ്പീക്കിങ്ങിനകത്തൊക്കെ ഉപയോഗിക്കുന്ന ഫോണില്ലേ, ആ ഫോണ്, ഡയൽ ചെയ്യുന്ന പ്രസ് ചെയ്യുന്ന ഫോണ്, കോൾലെസ് ഫോണ്, കോയിൻസ് ഇട്ട് വിളിക്കുന്ന ഫോണ്, പെട്രോൾ മാക്സ്, അതിൻ്റെയൊക്കെ കുറേ കളക്ഷൻസ്. തൊട്ട് താഴെ ഇരിക്കുന്ന തിരികല്ല്, മേശത്രാസ്, പണ്ടത്തെ ഫാനിൻ്റെ സ്വിച്ച് ബോർഡും റെഗുലേറ്ററും ഒക്കെ, ടേബിൾ ലാമ്പ്, മരത്തിൻ്റെ പരിച, എലിപ്പെട്ടി, പഴയ ത്രാസുകൾ, പണ്ട് പൈസ ഇട്ട് വെക്കുന്ന പണപ്പെട്ടി, നമ്മുടെ ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന സംഭവം, പണ്ടത്തെ വീഡിയോ കാസറ്റ്, ഓഡിയോ കാസറ്റ്. ഇതാണ് കുതിരയ്ക്ക് അടിക്കുന്ന ലാടം. എല്ലാ 30 ദിവസം കൂടിയിരിക്കുമ്പോൾ നമുക്ക് ഫരീർ വന്ന് ലാടം അടിക്കും. ആ പർപ്പസിന് യൂസ് ചെയ്യുന്ന ലാടമാണ്. സൈക്കിൾ കൊട്ട, സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്ന പണ്ടത്തെ കൊട്ട. പണ്ടൊക്കെ നമ്മുടെയൊക്കെ അച്ഛനും അമ്മയൊക്കെ ഈ പറയുന്ന സ്കൂളിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സ്കൂൾ ബാഗ്, ട്രങ്ക് പെട്ടികൾ. പിന്നെ ഇതൊക്കെ മരുന്നടിക്കാൻ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ: ഗിറ്റാർ, സോഡ മേക്കർ, ടേബിൾ ലാമ്പ്, വാള്, പരിച, കോളാമ്പി. സ്പ്രേ കുപ്പിയുടെയും ലിക്വിർ കുപ്പിയുടെയൊക്കെ കുറേ നല്ല വെറൈറ്റി കളക്ഷൻസാണ് ഈ കാണപ്പെടുന്നത്. നമ്മുടെ പണ്ടേ സൈക്കിൾ റോഡിൽ ഇറക്കണമെങ്കിൽ ലൈസൻസ് വേണം. അതിൻ്റെ സൈക്കിളിൻ്റെ ലൈസൻസാണ് ഈ കാണപ്പെടുന്നത്. 65-66 വർഷത്തെ ലൈസൻസാണ്. ഇതില്ലെന്നെങ്കിൽ 5 പൈസ ഫൈനാണ്. പഞ്ചായത്ത് ലൈസൻസാണ് ഈ ഉപയോഗിച്ചത്. ഇതേപോലെ തന്നെ റേഡിയോ ലൈസൻസ്, കാളവണ്ടി ലൈസൻസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. പണ്ടത്തെ റേഷൻ കാർഡാണ്. ഇന്നിപ്പോൾ നമ്മൾ ചെറിയ കാർഡ് പോലെയല്ലേ ലൈസൻസിലെ കാർഡ്. ഇതിപ്പം ഇടുക്കി ജില്ലയിലെ ഒരു വ്യക്തിയുടെ ലൈസൻസ്, ഇതാണ് റേഷൻ കാർഡാണ് ഈ കാണപ്പെടുന്നത്. അതേപോലെ തന്നെ പണ്ടത്തെ 10 ലക്ഷം രൂപയുടെ ലോട്ടറി ടിക്കറ്റും അംബാസഡർ കാറും കണ്ടില്ലേ, ഇന്ന് 1 കോടി രൂപയ്ക്ക് തുല്യമാണ്. അതെ, 10 ലക്ഷം. നമ്മുടെ പണ്ടത്തെ ഹാർമോണിയം, പഴയ വെട്ടുകത്തി, കൂന്താലി, കൊരണ്ടി, ചിരവകൾ, തടിച്ചിരവ, ഇരുമ്പ് ചിരവ, അങ്ങനെയൊക്കെ പല ഐറ്റംസ് ആണ്. മക്കടി എന്ന് പറയുന്നത്. അത് ഈ കാള വണ്ടിയുടെ ഫ്രണ്ടിൽ വെക്കുന്ന, കാള കെട്ടാൻ ഉപയോഗിക്കുന്നത്. അതെ, കഴുത്തില്ല. അതെ, ഇത് നമ്മള് ചന്ദനം വരയ്ക്കുന്ന തട്ടാണേ. ചന്ദനമുട്ടി എന്നൊക്കെ പറയുന്നത് ഇത്. ഇതിലിട്ട് ചന്ദനമുട്ടിയിട്ട് ഒരയ്ക്കുമ്പോഴാണ് ചന്ദനമായിട്ട് വരും. അപ്പോൾ ചികിത്സേന്റെ ഫാമിലെ വിശേഷങ്ങൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട പോലെ തന്നെ എല്ലാ സിനിമ നടന്മാരെ ആൾക്കാരെല്ലാവരും കണ്ടില്ലേ, ചേട്ടൻ്റെയും ചേച്ചിയുടെയും മക്കളും അതുപോലെ തന്നെ കൂടെ നിന്നിട്ട് രാവിലെ 4 മണി തൊട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് ഇവിടെ നിങ്ങളിത് കണ്ടു തീർന്നത്. എന്നാലും ഇതുപോലെ പുതിയ പുതിയ സംരംഭങ്ങൾ ചേട്ടനോട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അവിടെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്.
പിന്നെ ഇതുപോലെ വർക്കിംഗ് ടൈം എത്രയാന്ന് പറഞ്ഞാൽ 11 മണി തൊട്ട് രാവിലെ ഇവിടുത്തെ എൻട്രി തുടങ്ങുന്നത് നമുക്ക് രാവിലെ 11 മുതൽ വൈകിട്ട് 6 മണി വരെ. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ ചേട്ടനോട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ അതെ. ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് ചിൽഡ്രൻസ് പാർക്ക് ആയാലും അത് ഇച്ചിരി ഒന്ന് വിപുലമാക്കുന്നുണ്ട്. അല്ല കുട്ടികൾക്ക് വേണ്ട ആക്ടിവിറ്റീസ് നമ്മൾ കൂടുതൽ ചെയ്തെടുക്കുന്നുണ്ട്. ചെയ്തെടുക്കുന്നു. ഓക്കെ, അപ്പോൾ വളരെ ഭയങ്കര ഒരു നല്ലൊരു അനുഭൂതിയാണ് എനിക്ക് ഇത്ര നേരം കൊണ്ട് ഭയങ്കരമായിട്ട് കിട്ടിയത്. അതുപോലെ തന്നെ അതുപോലുള്ള കാര്യങ്ങളാണ് ചേട്ടനും ചേച്ചിയും പിള്ളേരോട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഭയങ്കര ഭംഗിയുണ്ട് എന്തായാലും കാര്യങ്ങൾ. അതുപോലെ തന്നെ മ്യൂസിയവും കാര്യങ്ങളും എന്തായാലും ഭയങ്കര ഭംഗിയുണ്ട്. എല്ലാവർക്കും എനിക്ക് ഇഷ്ടം. അതുപോലെ തന്നെ കാണുന്നവർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും? വേറെ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് എപ്പോൾ വന്നാലും നമുക്ക് ഇവിടെ ഓപ്പൺ ആയിട്ട് കാണാൻ പറ്റും. ഷൂട്ടിംഗ് ഉള്ള ദിവസങ്ങളിൽ ഫാം ഓപ്പൺ ആയിരിക്കത്തില്ല. കഴിവതും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിലും ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും. കാരണം ഷൂട്ടിംഗ് ഉള്ള ദിവസങ്ങളിൽ നമുക്ക് ഫാം ഓപ്പൺ ആക്കി കൊടുക്കാൻ പറ്റത്തില്ല. ആനിമൽസ് ഷൂട്ടിങ്ങിന് പോകുന്ന ദിവസങ്ങളിലും ഫാം ഓപ്പൺ ആക്കി കൊടുക്കാൻ പറ്റത്തില്ല. എല്ലാ സാറ്റർഡേ സൺഡേ അവധി ദിവസങ്ങളിലൊക്കെ എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ കാണും. ഓക്കെ, കണ്ടതിൽ സന്തോഷം. താങ്ക് യു. താങ്ക് യു സോ മച്ച്.